വേദന എടുക്കുമല്ലോ കുട്ടേ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇത് ചെയ്യുമ്പോൾ അത് ഞാൻ ഒരിക്കലും കളയത്തില്ല. സുചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് പേന വെച്ചൊക്കെ എഴുതുക. ആ ആൾക്ക് കാണിച്ചു കൊടുക്കും, ഇങ്ങനെ ചെയ്തോട്ടെ, ആൾ സമ്മതിക്കത്തില്ലായിരുന്നു. ഞാൻ വേദനിക്കുന്ന ഓർത്തിട്ട് സമ്മതിക്കത്തില്ലായിരുന്നു. ഇത് എനിക്കും ആൾക്കും അറിയുന്ന കാര്യമാണ്. ഇതിപ്പോ മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു കണ്ടോ, ഭർത്താവിന്റെ മരണത്തോടെ ലൈഫ് സ്റ്റൈൽ മാറി എൻജോയ് ആക്കിയ ധീര വനിത രേണു സുധി. ഇവരെയൊക്കെ കണ്ടു പഠിക്കണം. സുധിച്ചേട്ട ഞാൻ വന്നു എന്ന് പറഞ്ഞ് സ്പ്രേ ഉണ്ടാക്കി നാട്ടുകാരെ കാണിക്കാൻ കോപ്രായം കാണിക്കലല്ല, റെസ്പെക്ട് ഫോർ രഹന. ആ പ്രായമുള്ള വ്യക്തിത്വമുള്ള മനുഷ്യന് ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ അതിനനുസരിച്ചുള്ള വേഷം ധരിക്കാമായിരുന്നു. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഇപ്പോൾ ഇന്നത്തെ വിഷയത്തിൻ്റെ അകത്ത് ഇത് വളരെയധികം റെലവൻ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എങ്ങനെ വേണോ, ഏത് തരത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഇവിടെ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ളൊരു വീഡിയോ, ഒരു എന്താ പറയുക, അതിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കണ്ട കമൻറ്റ്, നിങ്ങൾ വിധവ എന്ന് പറയരുത്. വിധവ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു റിയാലിറ്റി ആണെന്നുള്ളത് ഞാൻ കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ രഹന, അതായത് നമ്മുടെ കലാഭവൻ നവാസിൻ്റെ വിധവ എന്ന് പറഞ്ഞാൽ അവരുടെ ഹസ്ബൻഡ് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു അർത്ഥത്തിലാണ്. അത് പ്രാക്ടിക്കലി അതാണല്ലോ, അങ്ങനെ ഒരു ഇതാണ് വരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്തപ്പം കുറച്ച് പേരെങ്കിലും അത് വേദനയോടുകൂടി അത് അങ്ങനെ വിളിക്കരുത്, കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നും. എനിക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ അതിനെ വളരെയധികം മനസ്സാ സ്വീകരിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ആർക്കെങ്കിലും അതിന് വേദന വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നതല്ല, നിങ്ങൾ പറയുന്ന ആ വാക്കിനെ തീർച്ചയായിട്ടും ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു. അതേ വീഡിയോയുടെ താഴെ തന്നെ വന്ന 1-2 കമൻറ്റും, അതോടൊപ്പം തന്നെ ഈ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് പോയ അവതാരികയായിട്ടുള്ള നമ്മുടെ ഒരു സുഹൃത്തിനെ ഏൽക്കേണ്ടി വന്നിട്ടുള്ളൊരു മോശം കാര്യങ്ങളും കൂടെ നിങ്ങളിത് കേൾക്കണം. അത് നിങ്ങൾക്ക് തന്നെ ഞാനത് വിട്ടുതരും. എന്താണെങ്കിലും ആദ്യം ഞാൻ ഈ ഒരു കമൻറ്റ് ഞാൻ വായിക്കുന്നേ ഉള്ളൂ. ഇത് ആരാണെന്നും വളരെയധികം ഒരുപാട് എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അവരുടെ ഞാൻ അത് പബ്ലിക് ആക്കുന്നില്ല. കമൻറ്റ് ഇങ്ങനെയാണ്: രേണു സുധി, ഇവരെയൊക്കെ കണ്ടു പഠിക്കണം. സുധിച്ചേട്ട ഞാൻ വന്നു എന്ന് പറഞ്ഞ് സ്പ്രേ ഉണ്ടാക്കി നാട്ടുകാരെ കാണിക്കാൻ കോപ്രായം കാണിക്കലല്ല, റെസ്പെക്ട് ഫോർ രഹന. അതായത് ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് രഹന എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ആ വേദനിച്ച് നിൽക്കുന്ന അവരുടെ തളർന്ന മുഖം എല്ലാം കണ്ടപ്പോൾ നിങ്ങളും ഞാനും ഈ പറയുന്ന കമൻ്റ് ഇട്ട എല്ലാ മനുഷ്യർക്കും വേദന തോന്നി. അതിന് യാതൊരു തെറ്റുമില്ല. കുറച്ച് കാലത്തിന് മുമ്പ് ഇതേ അവസ്ഥയിൽ നിന്ന് കരഞ്ഞ് ഹസ്ബൻഡ് നഷ്ടപ്പെട്ടുന്ന രേണു സുധിയോടും സഹതാപവും ആ ഒരു സ്ത്രീയോടുള്ള മനസ്താപവും സമൂഹം മൊത്തം ഒറ്റക്കെട്ടായി അവളെ സംരക്ഷിക്കണമെന്നുള്ള ചിന്താഗതിയിലൊക്കെ തന്നെ നിന്നതായിരുന്നു. ഇല്ലെന്ന് ആരും പറയരുത്, അങ്ങനെ ആയിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് വീട് പോലും മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായത്. അതിനുശേഷം രേണു സുധി ആ വേദന നിൽക്കാതെ അവരുടെ ജീവിതത്തിലേക്ക് മാറി സന്തോഷിക്കാനും അവരുടെ ഇഷ്ടങ്ങൾക്ക് പുറകെ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ മൊത്തം സമൂഹത്തിൻ്റെ ശത്രുവായിട്ട് മാറി. ഇവിടെ രഹന എന്ന് പറയുന്ന ആ ഒരു അദ്ദേഹത്തെ നഷ്ടപ്പെട്ട കലാഭവൻ നവാസിന് നഷ്ടപ്പെട്ട ആ ഒരു വിധവ, അതോടൊപ്പം തന്നെ മണിച്ചേട്ടൻ്റെ വിധവയായിട്ടുള്ള പുള്ളിക്കാരത്തിയൊക്കെ വെച്ചിട്ട് രേണു സുധിയെ കമ്പയർ ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. എന്നെ നിങ്ങളോടോ നിങ്ങൾക്കൊപ്പമോ നിങ്ങളെ മറ്റുള്ള ആൾക്കൊപ്പമോ ഒന്നും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓരോ ജീവിതവും ഓരോ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കലാഭവൻ മണി എന്ന് പറയുന്ന മഹാനായ നടൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് എല്ലാ സമ്പാദ്യം മൊത്തം ഉണ്ടാക്കിയിട്ടിട്ടാണ് ഈ നാട് വിട്ടു പോയത്, ഈ ശരീരം വിട്ട് ഈ ഭൂമി വിട്ടു പോയത്. അതോടൊപ്പം തന്നെ രഹന എന്ന് പറയുന്ന പുള്ളിക്കാരിയുടെ അച്ഛൻ സംസാരിക്കുന്ന അല്ലെ മകനും കൂടെ ചേർന്ന് നിൽക്കുന്ന ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് വ്യക്തവും സ്പഷ്ടവുമായി പറയുന്നു, അത് ഉണ്ടാക്കിയിട്ടേക്കുന്ന വീടുകൾ, അതോടൊപ്പം തന്നെ വസ്തുക്കൾ, അവരുടെ ചുറ്റുപാടെല്ലാം അതെല്ലാം ഉണ്ടാക്കിയ ഒരു മനുഷ്യനാണ് അവരെ വിട്ടുപോയത്. അഥവാ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇല്ല എങ്കിലും അവർക്ക് ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ സുധി എന്ന് പറയുന്ന വ്യക്തി പോയതിന് ശേഷം, സുധി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിനെ ഇപ്പം മൺമറഞ്ഞ പോയ വ്യക്തി ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, ഇവർക്ക് വേണ്ടിയിട്ട് എന്താണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? ഒന്നുമില്ല, സീറോയാണ്. ആ സീറോയിൽ നിന്നൊരു സ്ത്രീ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതിന് നമ്മൾ എന്തിനാണ് അവരെ ഇവരെയും വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നത്? അത് ശരിയല്ല എന്ന് മാത്രമാണ്. നിങ്ങൾക്ക് അവരോടുള്ള വെറുപ്പും അവരോടുള്ള വിദ്വേഷവും, അവരെ ലോകത്തിലെ ഏറ്റവും ഫ്രോഡാണ്, മോശമാണ്, ഇവൾ മറ്റവളാണ്, ഇവൾ മറിച്ചവളാണ്, ഇവൾ ലോകത്തിലെ ഏറ്റവും വലിയ പിഴയാണെന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായത്തിന് നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് തന്നെ അതിനെ അങ്ങനെ തന്നെ പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും ഒരുപാട് കമൻസ്, ഒരുപാട് പേർ ഇൻബോക്സിൻ്റെ അകത്ത് എനിക്ക് ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ചെയ്യുന്നൊരു കാര്യത്തിൻ്റെ അകത്ത് നിങ്ങളിത് ചിലപ്പോൾ റീച്ചിന് വേണ്ടിയിട്ടാണോ ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണമെന്നൊന്നും അറിയത്തില്ല, എങ്കിലും അങ്ങനെയെങ്കിലും പറയാൻ കഴിഞ്ഞതിന് അവർക്കൊക്കെ വളരെ സന്തോഷമായിട്ട് കുറേ ആൾക്കാർ എനിക്ക് ഇത് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ സോഷ്യൽ മീഡിയക്കകത്തൊക്കെ നിങ്ങളൊക്കെ അറിയുന്ന ചില സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരോട് അടക്കം നേരിട്ട് വിളിക്കുകയും മെസ്സേജ് അയച്ചുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞ എൻ്റെ സ്വതന്ത്രമായ അഭിപ്രായമാണ്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിൽ ഞാൻ അത് തീർച്ചയായിട്ടും ഞാനത് മാനിക്കുന്നു. ഓക്കെ,
അപ്പോൾ ഈ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് പോലും യെസ് റിയലി, അതായത് രേണു സുധി ഒക്കെ ഇവരെ കണ്ട് പഠിക്കണമെന്ന് പറയുന്നിടത്ത് നാളെ രഹന എന്ന് പറയുന്ന സ്ത്രീ സന്തോഷിച്ച് അവർ ഈ എന്തെങ്കിലും അവരുടെ ഇഷ്ടത്തിൻ്റെ പുറകെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഈ സമൂഹം മൊത്തം അവർക്കെതിരെ തിരിയുമോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിക്കുക. കുറേ കാലത്തിന് മുമ്പ് രേണു സുധിയും ഇതുപോലെ തന്നെ ആയിരുന്നു. സമൂഹം വളരെയധികം ഇങ്ങനെ കൈവെള്ളക്കകത്ത് വെച്ച് നടന്നതായിരുന്നു. അവരുടെ ഇഷ്ടത്തിൻ്റെ പുറകെ അവരുടെ ജീവിതം ഒറ്റ ജീവിതം ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ച സമയം മുതൽ അവർ ശത്രുവായിട്ട് മാറി. റിയലി എന്ന് പറയുന്നത് സത്യം, ഞാൻ കമൻറ്റ് ഇടാൻ വന്നതായിരുന്നു. കറക്റ്റ് 100% വാസ്തവം. അങ്ങനെ ആ മുഖം എങ്ങനെ ആ മുഖം കണ്ടിട്ട് ചോദിക്കാൻ തോന്നി. ഇതേ കമൻറ്റ് ബോക്സിൽ തന്നെ വേറൊരു കമൻറ്റ് കിടക്കുന്നുണ്ട്. ആ കമൻറ്റ് മുതൽ നമുക്കിനി റിയാക്ഷൻ്റെ അകത്ത് ഞാൻ ഇവിടെ സൈഡിൽ ഞാൻ വച്ചേക്കാം. ഓക്കെ, കമൻറ്റ് ഇതാണ്. എനിക്കാകെ മനസ്സിലായ കാര്യം, ഭർത്താവ് മരിച്ചാൽ പിന്നെ ഭാര്യ സന്തോഷിക്കരുത്. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ എല്ലാ സ്ത്രീകൾക്കും ഇത് ബാധകമാണ് കേട്ടോ. ഭർത്താവ് മരിച്ചാൽ പിന്നെ ഭാര്യ സന്തോഷിക്കരുത് എന്നും അതോർത്ത് കരയണം. കോൺഫിഡൻസോടെ ജീവിക്കാൻ പിന്നെ പാടില്ല. ഈ കമൻസ് കണ്ടപ്പോൾ ഈ കമൻറ്റ് ബോക്സാണ് ഉദ്ദേശിച്ചത് തോന്നുന്നു. കാണുമ്പോൾ അതാണ് തോന്നുന്നത്. രഹനയോട് സഹതാപം, രേണു സുധിയോട് പുച്ഛമുള്ള കമൻസ്. നിങ്ങൾ രേണു കാണിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ മാസം തോറും അവരുടെ മകൻ്റെയും ചിലവിന് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് കമൻറ്റാണ്. ഇത് വളരെ സ്വതന്ത്രമായിട്ട് ആരോ ഇട്ടേക്കുന്ന കമൻറ്റാണ്. ഓക്കെ, ഞാൻ സത്യം പറഞ്ഞാൽ ആ കമൻറ്റിനെ 100% പിന്താങ്ങുന്നു. കാരണം ഇവിടെ ഓരോ വ്യക്തികളെയും മറ്റൊരു വ്യക്തിയുമായിട്ട് കമ്പയർ ചെയ്യുന്നത് തന്നെ മഹാമോശം. സ്വന്തം വീട്ടിലെ കുട്ടി പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ നീ കണ്ടു പഠിയുടെ അപ്പുറത്തെ രാമേന്ദ്രൻ്റെ മോൻ പഠിക്കുന്നുണ്ടോ, അവൻ്റെ ക്ലാസ്സിലെ മാർക്ക് കണ്ടോ, 1ാം റാങ്കാണ്, അവൻ എത്ര മാർക്കുണ്ടെന്ന് അറിയാമോ എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഏറ്റവും വൃത്തികെട്ട നീചമായ പ്രവൃത്തി ഒരിക്കലും ചെയ്യരുത്. നമ്മളെപ്പോലും നമ്മൾ സ്വയം പോലും മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യരുത്. നമ്മളെ കുട്ടികളായിക്കോട്ടെ, മറ്റൊരു സമൂഹത്തിലൊരു ജീവിതങ്ങളായിക്കോട്ടെ, ഒന്നിനെ മറ്റൊന്നിനോട് ഒരിക്കലും കമ്പയർ ചെയ്ത് അൺകമ്പയറബിൾ ആണ് ലൈഫ്. അതുകൊണ്ട് കമ്പയർ ചെയ്യുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. പക്ഷേ നിങ്ങളുടെ അഭിപ്രായം സ്വതന്ത്രമായിരിക്കണം. നിങ്ങൾക്ക് രേണു സുധിയോട് താല്പര്യമില്ല, നന്ദി ഇല്ലാത്തവരാണ്, മറ്റതാണ് മറിച്ചാണ്, ആ വിഷയങ്ങളൊക്കെ തീർന്നതാണ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അങ്ങനെ ഇതേ കമൻറ്റുകൾ ഈ കമൻറ്റ് ബോക്സിൽ തന്നെ എൻ്റെ കമൻറ്റ് ബോക്സിലാണ് കേട്ടോ ഞാനിത് വായിച്ചത്. ഒരുപാടിടത്ത് ഞാനിതേ സെയിം കമൻറ്റ് കണ്ടു. അഥവാ രേണുവിനുള്ള വെറുപ്പാണ് അവർക്കുള്ള പ്രകടമാക്കി നിൽക്കുന്നത്. അതിന് ഞാൻ മനസ്സാ നിങ്ങൾ പറയുന്നതിന് ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു. ഇനി നമ്പർ 2, അതായത് ഇവിടെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ, ഇന്നലെ കണ്ട വീഡിയോ. പുള്ളിക്ക് ആ വീടാണ് ഇഷ്ടം, അവിടെ തന്നെ നിൽക്കുകയും ചെയ്ത്. പുള്ളിയുടെ വീട് ചൂണ്ടിലുണ്ട്, വലിയ വീടുണ്ട്. അപ്പോൾ പുള്ളിക്ക് ആ സ്ഥലവും വീടും പുള്ളിയുടെയാണ്. അത് എല്ലാം അവിടെ എല്ലാ വൃക്ഷങ്ങളും പുള്ളിയുടെ. ഇപ്പോൾ അതിൽ നിന്ന് ഒരു ഇല വീഴുമ്പോൾ ഞാൻ സമ്മതിക്കാറില്ല. ഒരു ഇല വീഴാൻ ഞങ്ങളാരും സമ്മതിക്കാറില്ല. അത് പുള്ളിയുടെ ജീവനാണ് വീഴുന്നത്. അങ്ങനെയൊക്കെ ഉള്ളൊരു എന്താ പറയാനാണ് അതിൻ്റെ വേദന അറിയുള്ളൂ. ഓക്കെ, അദ്ദേഹം വളരെ അതിവൈകാരികമായി സംസാരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ ആങ്കറിനെ നമുക്ക് ആദ്യം കാണാം. ആങ്കറിനെ ഇത് നിങ്ങൾക്ക് എവിടെയാണ് ഈ ആങ്കറിനോട് ഉള്ള ഇത്രയും വെറുപ്പ് വന്നതെന്നും എനിക്കറിയത്തില്ല. രേണു സുധിയുടെ വെറുപ്പ് പറയുന്ന പോലെ തന്നെ ഇപ്പം ആങ്കറിനോട് വെറുപ്പാണ്. ഇൻഷുറൻസ് കമ്പനിക്കാര് പൈസ മൊത്തം സെറ്റിൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ ഒരുപാട്. ഓക്കെ, ഇവിടെ ഈ ആങ്കറിനെ കാണാം. ഇവർ ഒരു രാത്രി ഒരു സ്ഥലത്ത്, അഥവാ അവിടെ ഈ എന്തോ ഒരു പ്രോഗ്രാം നടന്നു. ഞാൻ ഈ പുള്ളിക്കാരോട് സംസാരിച്ചതാണ് എന്താണ് സംഭവം. അപ്പം ഈ കമൻറ്റ് ബോക്സിലുള്ള കമൻറ്റ് കണ്ടിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ കമൻറ്റുകൾ എനിക്ക് ഒരുപാട് ആൾക്കാർ അയച്ചും തരുമല്ലോ. അപ്പം ഈ ഒരു കമൻറ്റ് കണ്ടിട്ട് ചില ആൾക്കാരെങ്കിലും ഇത് സംശയിച്ച് കഴിഞ്ഞാൽ അവർ എന്താ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതെന്തോ ഇങ്ങനെ സംഭവങ്ങൾ കമൻറ്റുകൾ കാണുന്നുണ്ടല്ലോ. ഞാൻ ചോദിച്ചത്, അപ്പോൾ പുള്ളിക്കാരോട് ചോദിച്ചാൽ പുള്ളിക്കാർ പറഞ്ഞ, ശരത്തെ എനിക്കിത് മനസ്സിലാവുന്നില്ല. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് വളരെ കംഫർട്ടബിളായിട്ട് ഞാൻ അവിടെ നിന്നു. അവിടെ മറ്റെന്തോ പ്രോഗ്രാം നടക്കുകയായിരുന്നു. ആ പ്രോഗ്രാമിൽ മൊത്തം പങ്കെടുത്തതിന് ശേഷം വളരെ തുച്ഛമായ സമയത്ത് അവർക്കൊപ്പം നിന്ന് അവർ വളരെ കംഫർട്ടബിളായി നിൽക്കുന്ന സമയത്ത് അവർക്കൊപ്പം ഇനി ഈ പുള്ളിക്കാരൻ സിമിഗീതേഷ് എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തിൻ്റെ ഏറ്റവും പ്രത്യേകത, നമ്മുടെ സോഷ്യൽ മീഡിയക്കകത്ത് കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവതാരകന്മാർ പല തരത്തിലുള്ള പല കാര്യങ്ങളും സംസാരിക്കുകയും അൺകംഫർട്ടബിൾ ആക്കുകയും ചെയ്യും. പക്ഷേ ഈ പുള്ളിക്കാരത്തി ഒരുപാട് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, കണ്ടവർക്കറിയാം. അങ്ങനെയുള്ള ഒരാളെയല്ല, എനിക്കറിയാം. ആ പുള്ളിക്കാരത്തിൻ്റെ ഡ്രസ്സിങ്ങിൽ അത് കമൻ്റ് ഇതാണ്, നല്ലൊരു ആ പ്രായമുള്ള വ്യക്തിത്വമുള്ള മനുഷ്യൻ കേൾക്കുക, ആ പ്രായമുള്ള വ്യക്തിത്വമുള്ള മനുഷ്യന് ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ അതിനനുസരിച്ചുള്ള വേഷം ധരിക്കാമായിരുന്നു. എന്താണ് വേഷത്തിൻ്റെ പ്രശ്നം? വേഷത്തിൻ്റെ പ്രശ്നം? ഇവിടെ ആ ഒരു പുള്ളിക്കാരൻ ധരിച്ചേക്കുന്ന വിഷയം നമ്മൾ സമൂഹം ജഡ്ജ് ചെയ്യുകയാണ്. അതിനകത്ത് എന്താണ് ആ ഒരു വേഷത്തിൻ്റെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് കണ്ടവർക്ക് ഒന്ന് മനസ്സിലാവും. നമ്മുടെ സമൂഹം എവിടെയൊക്കെ ആൾക്കാരെ നമ്മൾ പറയുന്ന തിട്ടൂരത്തിൻ്റെ മുമ്പിൽ, നമ്മൾ പറയുന്ന വഴികളിലൂടെ നടക്കാൻ വേണ്ടിയിട്ട് അവരോട് അങ്ങോട്ട് ആജ്ഞാപിക്കുകയും ഇപ്പം ഞാൻ വിട്ടേക്കും എന്നുള്ള രീതിയിലേക്ക് ആജ്ഞാപിക്കുകയും ചെയ്യുന്നു. അതെന്താണ് ആ തിട്ടൂരം? വെരി ട്രൂ എന്ന് പറയുന്നു, വാസ്തവം താഴെ കമൻറ്റ് വരുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെന്താ സംഭവം. സത്യം എനിക്കും അത് തോന്നി. മാന്യമായ ഒരു വേഷമാകാമായിരുന്നു. ഈ കുട്ടി സന്ദർഭത്തിന് അനുയോജ്യമായ വേഷം തൊഴിൽപരമായ ഒരു ദൗത്യമായി തന്നെ എടുക്കണം. എന്താണ് അത് എനിക്ക് മനസ്സിലാവുന്നില്ല. നാട്ടിലിപ്പോൾ ഇങ്ങനെയുള്ള കുറേ വേഷം കെട്ട് കുറേ യൂട്യൂബേഴ്സും അതിന് സപ്പോർട്ട് ചെയ്യുന്ന കുറേ മലയാളീസും കറക്റ്റ് എന്ന് പറഞ്ഞ് കുറേ കമൻറ്റ്.
ഈ പുള്ളിക്കാരത്തി ഈ ഒരു വേഷത്തിനെ അവരെ അങ്ങോട്ട് ഷെയിം ചെയ്തുകൊണ്ട് വളരെ മോശപ്പെടുത്തിക്കൊണ്ട് വേറെയും കമൻറ്റുകൾ കാണാം. ആ കമൻറ്റിൻ്റെ അകത്ത് വളരെ അവതാരികയായിട്ടുള്ള കുട്ടി വളരെ മനോഹരമായിട്ട് ആ ഒരു വിഷയം സംസാരിച്ചു എന്നുള്ള രീതിയിലുള്ള കമൻറ്റും, ഇൻ്റർവ്യൂ എടുക്കുന്ന കുട്ടി സാഹചര്യം അനുസരിച്ചാണ് സംസാരിക്കുന്നത്. അവിടെ ആ കമൻ്റ് ഇട്ട ആൾക്കാർ ഒരിക്കലും അവരുടെ വസ്ത്രത്തിലേക്ക് നോക്കിയില്ല. പക്ഷേ വേറെ കുറച്ച് ആൾക്കാർ അവരുടെ വസ്ത്രത്തിലേക്ക് നോക്കി. മറ്റു കുറേ ആൾക്കാർ ഈ കുടുംബത്തിൻ്റെ ഈ വേദനയും ഈ കണ്ണുനീര് കാണുമ്പോഴേക്കും രേണുസുതിയെ ഓർത്തു. അങ്ങനെ ആകെ നമ്മൾ എല്ലായിടത്തും എന്തൊക്കെയോ തരത്തിൽ നമ്മളിപ്പോഴും നമ്പർ 1 എന്നൊക്കെ പറയുന്നത് നമ്മൾ വളരെയധികം ക്യൂരിയസ് അബൌട്ട് അതേഴ്സ് ലൈഫ് ആൻഡ് അതേഴ്സ് ഡ്രസ്സിങ്, അതേഴ്സ് അവരുടെ എല്ലാം അവരെ നമ്മൾ ബോഡി ഷെയിം ചെയ്യും, അവരെ നമ്മൾ പരിഹസിക്കും, കളിയാക്കും, അവരെ കുറ്റം പറയും. നമുക്കൊന്നും അവരെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് നമ്മൾ അങ്ങോട്ട് കഥ ഇറക്കും. നമുക്കിതിനെല്ലാത്തിനും കഴിയും, കാരണം നമുക്കതിനുള്ള ലൈസൻസ് ഉണ്ട്. ബിക്കോസ് വി ആർ നമ്മൾ ആ ലെവൽ തിങ്കിങ് കപ്പാസിറ്റി ഉള്ള വളരെ ഉന്നത നിലവാരമുള്ള ചിന്തയിൽ വളരെ ഉന്നത നിലവാരമുള്ള ആൾക്കാരെന്നാണ് നമ്മളെക്കുറിച്ച് പറയുന്നത്. എന്തായാലും ഞാനില്ല, നമ്മൾ വളരെ പുറത്തുള്ള ആളാണ്, വളരെ മോശമാണ്, അതാണ് അത്രയും പറയാനുള്ളൂ. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഈ ഒരു കുടുംബത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്ത ഒരു പുള്ളിക്കാരത്തിയും അതോടൊപ്പം തന്നെ ഈ രേണുസുതി എന്ന് പറയുന്നൊരു പുള്ളിക്കാരി ഇതിൻ്റെ അകത്തേക്ക് വന്നു എന്നുള്ള കാര്യമാണ്. എന്തോന്നടേ ഇതൊക്കെ, മോശമെന്നോ മോശമല്ലെന്നോ അതൊക്കെ ഓരോ വ്യക്തികളുടെ ചിന്താഗതിക്ക് അനുസരിച്ചിരിക്കും. നമുക്ക് നോക്കാം. ഇനി അടുത്ത് രേണുവിൻ്റെ കല്യാണത്തിനെ കുറിച്ചാണ്. ഇത് വന്നേക്കുന്നത് എവിടെയാണ്? മലയാള മനോരമ ഓൺലൈൻ.com. അഥവാ നമ്മുടെ മനോരമയുണ്ടല്ലോ, നമ്മുടെ മലയാളികളുടെ എന്താണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള പത്രം മാധ്യമം, അവരുടെ പത്രമാധ്യമത്തിൻ്റെ അകത്ത് വന്ന് അവരുടെ ഓൺലൈൻ മീഡിയക്കകത്ത് വന്നാണ് തട്ടമിടാൻ 90% സാധ്യത വിവാഹശേഷം സുധി എന്ന പേര് മാറ്റും എന്ന് പറഞ്ഞ് രേണുസുധിക്ക് ഇട്ട് കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് നോക്കട്ടെ, നീ ഷഡ്ഡി മാറ്റാതിരുന്നാൽ മതി, സുധി മാറ്റിക്കോ, ഓക്കെ മാറ്റാതിരുന്നാൽ മതി, ഇവൾ എന്ത് തേങ്ങ എങ്കിലും ഇട്ടെ, അതിന് മറ്റുള്ളവർ എന്തിനാണ് പറയുന്നത്, അവരാണോ പറഞ്ഞത് ഇത്? അപ്പോൾ കാക്ക കൊത്തുന്നുണ്ട്, എന്തെങ്കിലും ഒന്ന് ഇടണം, അവസാനം പെട്ടിയിലാക്കി വിമാനം കയറ്റാതിരുന്ന ഈ പാവത്തിനെ കുറേ നാളായി ഓടുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇനി അടുത്തിനി അവർ തന്നെ പറയുന്ന രീതി കേൾക്കാം. ഇൻട്രോവേർട്ട് ആയിരിക്കണം, അധികം സംസാരിക്കുന്ന ആളെന്ന് എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഒരാൾ തന്നെയാണോ സെലക്ട് ചെയ്തിരിക്കുന്നത്? ഇപ്പം സെലക്ട് ചെയ്തിരിക്കുന്ന നോക്കാം. ആവോ, ചിലരൊക്കെ പറയുന്നത് വിദേശത്തു നിന്നുള്ള ഒരാളായിരിക്കും എന്നൊക്കെ പറയുന്നത്. ചിലര് പറയാം, ഞാൻ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയ കൂടെ എന്റെ ലൈഫ് തന്നെ ഞാൻ അറിയുന്നത്. അപ്പൊ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ചിലര് പറയുന്നത് മുസ്ലിം യുവാവെന്ന് പറയുന്നുണ്ട്, ചിലര് ഹിന്ദു എന്ന് പറയുന്നത്, ക്രിസ്ത്യൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ എനിക്കുള്ള ഭൂരിപക്ഷം മുസ്ലിമാണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കട്ടെ, മുസ്ലിം യുവാവ് ഇൻട്രോവേർട്ട്. ഇവരുടെ പ്രായത്തിനെ കുറിച്ചും കൂടെ ചിന്തിക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് 35 വയസ്സിന് താഴെ എന്താണ് ഇവരുടെ പ്രായം. 35 വയസ്സിന് താഴെയുള്ള വളരെ യൗവനയുക്തയായ ഒരു സ്ത്രീയാണ് ഈ പറയുന്ന രേണുസുതി. പണ്ടത്തെ കാലത്ത് സതി നിർത്തലാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് സമൂഹം മൊത്തത്തിൽ ഒരു കുഴിയെടുത്ത് ആ സുതിയെ അടക്കം ചെയ്തിട്ടുള്ള സ്ഥലത്ത് അവിടെ തന്നെ തീർച്ചയായിട്ടും ഈ സ്ത്രീയെ കൊണ്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊന്ന് ആ ശവം അടക്കം നടത്തിയിരുന്ന് കഴിഞ്ഞാൽ ഇതിനു മുമ്പ്. മനസ്സിലാക്കണം, 35 വയസ്സിന് താഴെ മാത്രമാണ് പ്രായം. 35 വയസ്സിന് മാത്രം താഴെ പ്രായമുള്ള ഒരു സ്ത്രീക്ക് ഒരു കൊച്ചു കുഞ്ഞുണ്ട്. അവരുടെ കുറ്റം കൊണ്ടല്ല അദ്ദേഹം ഈ ലോകം വിട്ടുപോയത്. അതിനുശേഷം ആ സ്ത്രീക്ക് ഈ പറഞ്ഞ മണിച്ചേട്ടൻ ഉണ്ടാക്കി വെച്ചതുപോലെ സാമ്പത്തിക സംവിധാനമോ അല്ലെങ്കിൽ ജീവിക്കാനുള്ള ചുറ്റുപാടോ ഒന്നും ഇദ്ദേഹം സുധി ഉണ്ടാക്കി വെച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ നവാസിക്ക ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഫ്യൂച്ചർ അനുസരിച്ച് ഉണ്ടാക്കി വെച്ചതുപോലെയൊന്നും ഈ പറഞ്ഞ സുധി ഉണ്ടാക്കി വെച്ചിട്ടില്ല. അതുകൊണ്ട് മറ്റുള്ള വിധവകൾ മൊത്തം ഈ പറഞ്ഞ രേണുസുധി അവരെ കണ്ട് പഠിക്കൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പുള്ളിക്കാരത്തി 0 ആണ്. അവർക്കൊന്നുമില്ല. കുറേ ആൾക്കാർ കുറേ സഹായിച്ചു, ആ സഹായത്തിൻ്റെ പേരിൽ നമ്മൾ സമൂഹത്തിൽ മൊത്തത്തിൽ കേട്ടു. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇത് മനസ്സിലാക്കണം. അപ്പോൾ അവരുടെ ഈ ഒരു പ്രായത്തിന് അവർ ഇനി ലൈഫ് മൊത്തം സുധിച്ചേട്ടാ എന്ന് പറഞ്ഞ് കരഞ്ഞു തീർക്കണമെന്നാണോ, അതോ അവർ മറ്റൊരു ജീവിതത്തിലേക്ക് പോകണമെന്നാണോ? അവർ വേറെ വിവാഹം കഴിച്ചാൽ അത് ഏറ്റവും വലിയ മഹാഭാവം. ഇനി വേറെ മതത്തിലുള്ള ആൾക്കാരെ കെട്ടിക്കഴിഞ്ഞാൽ അത് തെറ്റ്. എന്തുവാടേ, എന്താണിത്? ഇനി കമൻറ്റ് ബോക്സ് കാണാം. ഇവൾ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് മനുഷ്യനെ വട്ടാക്കുന്നു. ഈ അമ്മച്ചിയെ നീ തന്നെ കെട്ടടാ, നിൻ്റെ അസുഖം മാറട്ടെ. ഇവൾ കല്യാണം കഴിക്കുന്നതിന് മനുഷ്യരെ വട്ടാക്കുന്നു. അതെന്താ നമ്മുടെ ആവശ്യമാണ്? അവർ കല്യാണം കഴിക്കാതിരിക്കുമോ ചേട്ടന്നേ? ഇത് നമ്മളെ ബാധിക്കുമോ? ഇപ്പം ഞാനിത് ചെയ്താൽ എൻ്റെ ഒരു കോണ്ടന്റ് മാത്രമാണ്, അത് മറ്റുള്ള ആൾക്കാർ ചെയ്താൽ അവരുടെ കോണ്ടന്റ് മാത്രമാണ്. അതല്ലാതെ അവർ കല്യാണം കഴിച്ചാത്ത എന്താ നിങ്ങളിത് കല്യാണം കഴിക്കാത്തത്? കല്യാണം കഴിക്കുമെന്ന് പറയുന്നല്ലോ കുറേ നാളുണ്ട്, എന്താ കിട്ടാത്തത്? നമ്മളെ ബാധിക്കേണ്ട കാര്യമാണോ അത്? അവൻ്റെ നാക്ക് വായിലിടണം, ഇവളുടെ നാക്ക് പുറത്തിടണം, അതാണ് ഇവൾ തിരഞ്ഞെടുക്കുന്നതിന് തീരുമാനം. ഇവളുടെ നാക്കിനൊരിക്കലും കൊല്ലം സുധിയുടെ മൂത്ത മകൻ ഈ തീട്ടത്തിൻ്റെ പരിപാടി കാണുന്നുണ്ടോ? ഇവളെ കെട്ടാൻ പറ്റിയ കോന്തനാര്?
ഇവൾ നിങ്ങളെയൊക്കെ ഇട്ട് വെട്ടിയാക്കുന്നു മക്കളെ, ഇതൊക്കെ എടുത്ത് എല്ലാവരും ബ്ലോഗ് ഇടും, അത് അവൾക്ക് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കും. രേണു മോള് അല്ല, രേണു കറക്റ്റായിട്ട് ഇവിടെ ടാക്ടിക് യൂസ് ചെയ്തിട്ട് സർക്കാസ്റ്റിക് ആയിട്ട് ഊക്കി പൊളിക്കുന്നു എല്ലാത്തിനെയും. ഇതിങ്ങനെ ഇടുന്ന സമയത്ത് കുറേ ആൾക്കാർ ഇത് കോണ്ടന്റ് ആക്കും. ആ ഒരു കോണ്ടന്റിൻ്റെ അകത്തൂടെ അവർ തീർച്ചയായിട്ടും രേണു സുധി എന്നുള്ള പേരിനെ കുറച്ചുകൂടെ പ്രചാരത്തിൽ നിർത്തും. സോഷ്യൽ മീഡിയ റീച്ച്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അലൻ ജോസ് പെരേര, ആറാട്ടുണ്ട്, മറ്റു കുറേ ടീംസ് ഉണ്ടല്ലോ, ഇവരൊക്കെ കല്യാണങ്ങളിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. ഇവരെ എല്ലാം കൂടെ ചേർന്നുകൊണ്ട് പല അധികം എന്താണ് ഡോക്ടർ മറ്റും വളരെ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നത നിലവാരത്തിൽ നിൽക്കുന്ന ആൾക്കാരടക്കം ഇവരുടെ കൂടെ പോയിട്ട് റീലുകൾ ചെയ്യുന്നുണ്ട്. എന്തിനാണ്? പ്രചാരം കിട്ടാൻ, അഥവാ കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ആവാൻ വേണ്ടിയിട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇവരുടെ പേര് നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ തന്നെ ഇട്ട് കൊടുക്കുന്നതിനെ കൊത്തിപ്പറിച്ച് നമ്മൾ വരുമാനം ഉണ്ടാക്കുന്നു, അവർക്ക് കൂടുതൽ റീച്ച് കിട്ടുന്നു, അവർ നിലനിൽക്കുന്നു, അവർക്ക് ഒരുപാട് ഇനാഗുറേഷൻസ് കിട്ടുന്നു, അവർക്ക് കുറേ പ്രോഗ്രാംസ് കിട്ടുന്നു, അവർ ജീവിക്കുന്നു. ആ പൈസ കിട്ടുന്നതിൽ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ, അവർക്ക് അതിൽ കിട്ടുന്നതിൽ. കഴിഞ്ഞില്ല. ഞാനിങ്ങനെ എഴുതി ചുമ്മാ പേന കൊണ്ട് എഴുതണേ ആൾക്ക് ഭയങ്കര സന്തോഷം വിഷമമൊക്കെ ആയിരുന്നു. വേദന എടുക്കുമല്ലോ കുട്ടേ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇത് ചെയ്യുമ്പോൾ അത് ഞാൻ ഒരിക്കലും കളയത്തില്ല. സുചേട്ടൻ ഉണ്ടാകുന്ന സമയത്ത് പേന വെച്ചൊക്കെ എഴുതുമോ? ആ ആൾക്ക് കാണിച്ചു കൊടുക്കും, ഇങ്ങനെ ചെയ്തോട്ടെ ആൾ സമ്മതിക്കത്തില്ലായിരുന്നു. ഞാൻ വേദനിക്കും ഓർത്തിട്ട് സമ്മതിക്കത്തില്ലായിരുന്നു. ഇത് എനിക്കും ആൾക്കും അറിയുന്ന കാര്യമാണ്. ഇതിപ്പോ മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല, പക്ഷെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കാര്യം. കള്ളാണെന്ന് പറയുന്നവരുടെ അടുത്ത് മറ്റൊരു അപ്പം രേണുസുധിയുടെ കല്യാണം, അതുപോലെ തന്നെ ഈ സുധിച്ചേട്ടൻ്റെ ആ ഒരു എഴുതിക്കുന്നത് സത്യമാണോ മൈര? തെറി കട്ട് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, ഞാൻ പറഞ്ഞതല്ലേ, കമൻറ്റ് അവിടെ കിടക്കുന്നത്. ഓക്കെ, പറയുന്ന കേട്ടാൽ തന്നെ അറിയാം കള്ളമാണോ അല്ലയോ എന്ന്. ആലോചിച്ച് നോക്കൂ, ഒരു കൂട്ടം ആൾക്കാർ ഇവരുടെ പുറകെയാണ്. അത് ഇവരുടെ ഗുണമാണോ ഇവർക്കുള്ള ദോഷമാണോ? ഇവർക്കത് ഗുണം മാത്രമേ ഉള്ളൂ. ഒരുപാട് ആൾക്കാർ ഇവരെന്ത് ചെയ്യുന്നെന്ന് പറഞ്ഞ് ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുവാണ്. ആ ഫ്രസ്ട്രേഷൻ ഇങ്ങനെ കൂടിക്കൂടി നിൽക്കുന്ന സമയത്ത് അതുകൊണ്ട് ഇവർക്കെന്ത് ദോഷം? നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സമ്മർദ്ദത്തിലായി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ അത് അവരെ ബാധിക്കത്തില്ല. ആർക്കോ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൻ്റെ നല്ല മൊമെൻറ്റുകളൊക്കെ ഓരോ ആൾക്കാരെ കുറിച്ച് വെറുപ്പുണ്ടാക്കി ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ള കാര്യം വല്ലാത്തൊരു കഷ്ടമാണ് കേട്ടോ. പാവ സുധിച്ചേട്ടൻ. ഓക്കെ, ഇതെല്ലാം തരത്തിലുള്ള ഫോട്ടോസൊക്കെ ഇട്ടേക്കുന്നു, അടിപൊളി. കുരകൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഭർത്താവിൻ്റെ മരണത്തോടെ ലൈഫ് സ്റ്റൈൽ മാറി എൻജോയ് ആക്കിയ ധീരവനിത. ഓക്കെ, അതൊക്കെ കണ്ടോ? ഭർത്താവിൻ്റെ മരണത്തോടെ ലൈഫ് സ്റ്റൈൽ മാറി എൻജോയ് ആക്കിയ ധീരവനിത. കല്യാണം കഴിഞ്ഞ സ്ത്രീകളെ, ഞാൻ എന്താ നിങ്ങളോടൊക്കെ പറയുക? കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, കല്യാണം കഴിച്ചവരാണെങ്കിൽ കേൾക്കുന്നിടത്ത് ഞാൻ പറയാനുള്ളത്, നിങ്ങളുടെയൊക്കെ വെറുപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയാം. എനിക്ക് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഒന്നും കിട്ടാനില്ല. എനിക്ക് എൻ്റെ ഇത് പറയണമെന്നുണ്ട്, എൻ്റെ പോർഷനിൽ. അപ്പം എന്താണ് ഈ സ്ത്രീ എന്ന് വെച്ചാൽ രേണു സുധി എന്നുള്ളൊരു വ്യക്തിയെ ഇന്ന് വരെ അവർക്കൊരു ഹായ് രേണു എന്നൊരു മെസ്സേജ് അയച്ചിട്ട് പോലും എനിക്കൊരു പരിചയമില്ല. ഇവരുടെ വാട്സാപ്പ് നമ്പറോ ഡയറക്റ്റ് നമ്പറോ കോൺടാക്ട് നമ്പറോ ഒന്നും ഈ നിമിഷം വരെ എൻ്റെ ഇല്ല. ഞാൻ ആകെ ഒരിക്കലും ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് മറ്റേ ഈ ഇവനുണ്ടല്ലോ കിച്ചു വീഡിയോ ചെയ്ത അവൻ്റെ വീഡിയോ കണ്ടപ്പോൾ, അത് തുടക്കമായിരുന്നു, യൂട്യൂബിൽ തുടക്കമായിരുന്ന സമയത്ത് അവൻ്റെ വീഡിയോ കണ്ടപ്പോഴേക്കും നല്ല ശബ്ദം ഒന്നും കിട്ടുന്നില്ലാത്തതുകൊണ്ട് ഒരു മൈക്കിൻ്റെ കാര്യം എന്തോ പറഞ്ഞ സമയത്ത് ഞാൻ അടുത്ത വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, കിച്ചു നീ എനിക്ക് മെസ്സേജ് അയക്ക്, നിനക്ക് ഞാനൊരു ഇത് ഞാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അവൻ എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ അത് പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് ഞാൻ അവനൊരു മൈക്ക് ഞാൻ അയച്ചു കൊടുത്തൊരു വലിയ കാര്യമായിട്ട് ഞാൻ പറഞ്ഞതൊന്നും അല്ലേ ദൈവമേ, അങ്ങനെയൊന്നും വിചാരിക്കണ്ട, ഡിങ്കനെ ഓർത്ത് എന്നെക്കുറിച്ച് അങ്ങനെ പറയരുത്. അപ്പം അത് ഞാൻ കിച്ചുവും തമ്മിൽ അത് കിച്ചുവിനത് കിട്ടി. ഓക്കെ, അത് അവൻ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, ഉപയോഗിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അനീഷൊരു വ്ളോഗിൽ പറഞ്ഞിരുന്നു. അപ്പം ആ ഒരു കിച്ചു അതിനുശേഷം 1-2 തവണ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ അവനോട് പറഞ്ഞു, മോനെ നീ സോഷ്യൽ മീഡിയക്കകത്ത് എന്തെങ്കിലും തരത്തിലൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് നീ ചാടാൻ നിൽക്കരുത്. നീ നന്നായിട്ട് ആ വീഡിയോ ചെയ്ത് മുന്നോട്ട് പോകുന്ന കാരണം വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും, ലൈഫ് സെറ്റിലാവും, വെറുതെ കോൺട്രവേഴ്സിക്കകത്ത് ചുമ്മാ കിടക്കരുത്. ഇങ്ങനെ 1-2 തവണ മാത്രം അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം രേണുസുധിയുമായിട്ടോ ഈ രേണുസുധി ആരെന്നോ അവരുടെ വ്യക്തി ജീവിതത്തിൻ്റെ അകത്ത് ഞാൻ ഒരിക്കലും എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ അകത്ത് ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. ചില സമയത്ത് ചില വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് അവർ താഴെ കമൻറ്റ് ഇടുന്നത് അവരാണോ എന്ന് എനിക്കറിയത്തില്ല, അത് അങ്ങനെ കാണാറുണ്ട്, അഥവാ എൻ്റെ കമൻറ്റ് ബോക്സിൽ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇവർ നാളെ ചെയ്യുന്നൊരു കാര്യം സാമൂഹികമായിട്ട് സമൂഹത്തിനെ മൊത്തം ബാധിക്കുന്നൊരു കാര്യം, ഏതെങ്കിലും ഒരു സ്കാം റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും തരം സൗന്ദര്യ വർത്തക വസ്തുക്കളോ അല്ലെങ്കിൽ ആൾക്കാർക്ക് ദോഷം വരുന്ന എന്തെങ്കിലും കാര്യം പ്രൊമോട്ട് ചെയ്ത് ആർക്കെങ്കിലും എന്തെങ്കിലും പണി കിട്ടുക. ചിലപ്പോൾ ഇനിയിപ്പം വിദേശ രാജ്യങ്ങളിലേക്ക് കുറേ അധികം റിക്രൂട്ട്മെൻറ്റോ മറ്റുള്ള ഏജൻസികളോ ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങളെ പ്രൊമോട്ട് ചെയ്യുക, എന്തെങ്കിലും സമൂഹത്തിന് ദോഷകരമായി വരുന്നൊരു കാര്യം വന്നാൽ തീർച്ചയായിട്ടും ഞാൻ അന്ന് രേണുസുധിക്കെതിരെ ആര് വന്നിട്ടില്ലെങ്കിൽ ഞാൻ പ്രതികരിക്കും. അതുവരെ രേണുസുധി എന്നുള്ള വ്യക്തിയെക്കുറിച്ച് ഒരുപാട് പേർക്ക് പല തെറ്റുകളും കുറ്റങ്ങളും പറയാനുണ്ടാവും, അത് അവരുടെ അഭിപ്രായം, ഞാനതിനെ മാനിക്കുന്നു. പക്ഷേ എനിക്ക് ഇങ്ങനെയാണ് പറയാൻ താല്പര്യം, മനസ്സിലാവുന്നുണ്ടോ? ഇത് പറയുന്നത് കൊണ്ട് തന്നെ എന്തുമാത്രമാണ് ഞാൻ കേൾക്കുന്നത്,
എനിക്കതിൽ യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ പറയൂ എന്ന് എനിക്ക് പറയാനുള്ളൂ. വന്നല്ലോ മറ്റവൻ, നിനക്കെതിരെ കഴിഞ്ഞ കമൻറ്റ് ബോക്സ് എന്താ, നിനക്ക് മറ്റവളെ എന്ത് തന്നു എന്നുള്ളതാണ്. ഞാൻ ഇതിനൊന്നും മറുപടി പറയത്തില്ല. ഈ പറയുന്നതിനും ഈ ചെയ്യുന്നതിനും നിങ്ങൾ ഇതിനെല്ലാത്തിനും നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ അതിനുള്ള കാര്യങ്ങൾ ലഭിക്കും. ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത്. അത്രയേ ഉള്ളൂ. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ ഗൈസ്.